പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പിന്നെ ഒരു പ്രത്യേക വ്യക്തിയെയാണ് പരിചയപ്പെടുന്നത്. പെരിന്തൽമണ്ണയിലെ സർവീസ് ബാങ്കിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ പച്ചീർ ഫാറൂഖ് സാഹിബ്. സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രവർത്തനത്തിലുള്ള അംഗീകാരം ലഭിച്ച ഒരു ബാങ്ക് കൂടിയാണ്. നിരവധി നിസ്തുല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരു വേറിട്ട രീതിയിലാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ബൃഹത് പദ്ധതികളുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രസിഡന്റ്, ഇതുവരെ അദ്ദേഹം ഇത് മുമ്പ് ഒരു പ്രാവശ്യം പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇത് 2ാം ടേമാണ്. അപ്പോൾ അതേക്കുറിച്ചും അതുപോലെ തന്നെ ഈ പ്രസിഡന്റ് ആയതിനു ശേഷം നടത്തിയ പദ്ധതികളെ കുറിച്ചും ഇനി പുതിയതായ പദ്ധതികളെ കുറിച്ചും അദ്ദേഹം നമ്മോട് വിശദീകരിക്കും. അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ രംഗത്ത് ഞങ്ങളുടെയൊക്കെ ഒരു പ്രിയങ്കരനായ, ഞങ്ങളൊക്കെ ഗോഡ് ഫാദർ എന്നൊക്കെ വിളിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിത്വമാണ്. മലപ്പുറം ജില്ലാ STUവിന്റെ ഉപാധ്യക്ഷൻ കൂടിയാണ്. അപ്പോൾ സംഘടനാ തലത്തിലും അതോടൊപ്പം തന്നെ മുനിസിപ്പൽ ഒരു കൗൺസിലർ കൂടിയാണ്, മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് ബഹുമാന്യനായ ഫാറൂഖ് സാഹിബ്. അപ്പോൾ എല്ലാ നിലയിലും സാംസ്കാരിക മേഖലയിൽ ക്ലബ്ബുമായി ഒക്കെ ബന്ധപ്പെട്ടില്ലെങ്കിൽ എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിപാഠവും കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിന് വരുത്താൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ നടത്തിയ കാര്യങ്ങളെക്കുറിച്ചും ഇനി അദ്ദേഹം നടത്താൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കുവാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ഇന്നത്തെ വീഡിയോയിലേക്ക് ക്ഷണിക്കും. നിങ്ങളെ ഈ ബാങ്കിന്റെ വിഷയങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കും. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് 60 വർഷം പിന്നിട്ട ഈ സമയത്ത് 60ാം വാർഷികം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് 50ാം വാർഷികം ആഘോഷിക്കാനുള്ളൊരു ഭാഗ്യവും അന്ന് പ്രസിഡന്റ്ഷിപ്പ് ഏറ്റെടുത്ത ആ സാഹചര്യത്തിൽ എനിക്ക് കിട്ടി. ഇപ്പോൾ 60ാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് വന്നു ചേർന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിലൊരു അനുഭവമാണ്, ആർക്കും കിട്ടാത്ത ഒരു സംഗതിയാണ്. ഏതായാലും ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഈ ബാങ്കിലൂടെ നടപ്പിലാക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന 10 ബാങ്കുകളിൽ ഒന്നാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. അതിന്റെ ഡിപ്പോസിറ്റ് 400 കോടിയും 400 കോടിയോളം ലോണും ഉണ്ട്. ബാങ്കിന്റെ തനത് ഫണ്ട് അതൊരു ബാങ്കിനും ഇല്ലാത്തതാണ്. ഓൺ ഫണ്ട് ബാങ്കിന്റെ അസറ്റാണ്. 250 കോടിയിലധികം ബാങ്കിന്റെ ഓൺ ഫണ്ട് ഉള്ള ഒരു ബാങ്കാണ്. സുരക്ഷിതമായ, അടിത്തറ ഭദ്രമായ ഒരു ഇത്രക്ക് സുരക്ഷിതമായ ഒരു ബാങ്ക് ചിലപ്പോൾ കേരളത്തിൽ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് മാത്രമായിരിക്കും. ആ ബാങ്കിന്റെ പ്രസിഡന്റ് ആകുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു അഭിമാനമായിട്ടും ഭാഗ്യമായിട്ടും കരുതും. ഈ ബാങ്ക് വ്യത്യസ്തങ്ങളായ, ബാങ്കിലെ ഈ ജനങ്ങൾക്ക് വേണ്ട വ്യത്യസ്തങ്ങളായ ലോൺ സ്കീമുകളുണ്ട്. ഒരുപാട് ലോൺ സ്കീമുകളുണ്ട്. അതിലിപ്പോൾ ഞങ്ങൾ ഈ ഭരണസമിതി വന്നിട്ട് തന്നെ 2 പുതിയ ലോൺ സ്കീമുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ബാങ്കിന്റെ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് 2 പുതിയ സ്കീമുകളും കൂടി ഞങ്ങൾ നടപ്പിലാക്കുകയാണ്. ഒന്ന്, പെരിന്തൽമണ്ണയിലെ 100 കണക്കിൽ ഏകദേശം 1000-ലധികം വരുന്ന കച്ചവടക്കാരുണ്ട്, വൻകിട ചെറുകിട കച്ചവടക്കാർ. അവർക്ക് ആശ്വാസം പകരുന്നവരുടെ കച്ചവടം കരുപ്പിടിക്കാനും സുരക്ഷിതമാക്കാനും ഒരു 2 ലക്ഷം രൂപ വരെ അവരുടെ ലൈസൻസിന്റെ മുകളിൽ ലോൺ കൊടുക്കാനുള്ള പുതിയൊരു സ്കീം ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് പുതിയൊരു പദ്ധതിയാണ്. കൂടെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ വനിതകൾ അവർക്ക് ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി തൊഴിൽ മാർഗം തേടി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വലിയ രീതിയിൽ വലിയൊരു മാറ്റം വന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ കുടുംബശ്രീയിലെ വനിതകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് 4 വനിതകൾക്ക് ഒരു യൂണിറ്റ് കണക്കാക്കി അവർക്ക് പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങാൻ വേണ്ടി പുതിയൊരു ലോൺ സംവിധാനം കൂടി നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ 2 പദ്ധതി പുതിയ പദ്ധതികളാണ്. അത് ഈ ബാങ്ക് ഈ ഭരണസമിതി വന്ന് ഏകദേശം ഒരു വർഷം പിന്നിടുന്നുള്ളൂ. നടപ്പിലാക്കിയ പുതിയ 2 പദ്ധതികൾ. അത് ബാങ്കിന്റെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി. കൂടെ തന്നെ ഗോൾഡ് ലോൺ 7% പലിശക്ക് ഗ്രാമിന് 6000 രൂപ കൊടുക്കുന്ന മലപ്പുറം ജില്ലയിലെ ഏക ബാങ്കാണ്. മലപ്പുറം ജില്ലയിലെ ഏക ബാങ്ക് ഗ്രാമിന് 6000 രൂപ 7% പലിശക്ക് കൊടുക്കുന്ന ഏക ബാങ്കാണ് നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക്. അങ്ങനെ ജനങ്ങളെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ഇടപാട് നടത്താൻ, അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി വലിയ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ
ഈ 60 വർഷക്കാലത്തെ പൂർവികരായ ആളുകൾ പടുത്തുയർത്തിയ ഈ ബാങ്ക്, ഒരുപാട് സാമ്പത്തിക അടിത്തറ ഭദ്രമായ ഈ ബാങ്ക് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ വർഷവും പദ്ധതികൾക്ക് വേണ്ടി ഫണ്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ ഫണ്ടുകളിൽ നിന്ന് പിന്നെ കഴിഞ്ഞ ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ തന്നെയാണ് 2-3 പദ്ധതികൾ അന്ന് നടപ്പിലാക്കി. ഒന്ന്, 500ഓളം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് ഈ ബാങ്ക്. കേരളത്തിൽ അപൂർവം ബാങ്കുകളിൽ 500 ആൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു ബാങ്കും കേരളത്തിലില്ല. 100% തീർത്തു പറയാൻ കഴിയും. എ ക്ലാസ് മെമ്പർമാരായ 500ഓളം ആളുകൾക്ക് 500 രൂപ മാസാന്തരം പെൻഷൻ കൊടുക്കുന്ന ഒരു സ്കീം നടപ്പിലാക്കിയ ബാങ്കാണ് ഈ ബാങ്ക്. കൂടെ തന്നെ എല്ലാ വർഷവും 3 വീടുകൾ, പാവപ്പെട്ട ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാത്ത പാവപ്പെട്ട എ ക്ലാസ് മെമ്പർമാരായ കുടുംബങ്ങൾക്ക് ഓരോ വർഷവും 3 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ബാങ്കാണ്. അത് വേറെ ഒരു ബാങ്കിലുമില്ല, തുടർ പദ്ധതിയാണ്. ഓരോ വർഷവും ചിലപ്പോ അപൂർവം ബാങ്കുകൾ 1, 2, 3 ബാങ്കുകൾ വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞാൻ അന്ന് പ്രസിഡന്റ് ആവുമ്പോ തുടങ്ങിയ പദ്ധതിയാണ്. ഇപ്പൊ ഏകദേശം 27 വീടിന്റെ പണി പൂർത്തീകരിച്ചു. ഇതുവരെ 3 വീടിന്റെ പണികൾ തുടങ്ങാൻ പോവാണ്. അങ്ങനെ ഓരോ വർഷവും 3 വീടുകൾ നിർമ്മിച്ചു കൊടുക്കും. അതാണ് തുടർ പദ്ധതിയാണ്. അത് ഞാൻ ആര് വന്നാലും വന്നിട്ടില്ലെങ്കിലും ആ പദ്ധതി അങ്ങനെ തുടർന്നു പോകും. അതേപോലെ തന്നെ ഇപ്പൊ ഈ ഭരണസമിതി വന്നിട്ട് കിഡ്നി രോഗികൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കിഡ്നി രോഗികൾ. സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഏറ്റവും കൂടുതൽ ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് കിഡ്നി രോഗികൾ. നമുക്ക് അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കൊക്കെ ഉണ്ട്, നമ്മളൊക്കെ സമീപത്ത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ. അങ്ങനത്തെ ആളുകൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ആശ്വാസം പകരുക എന്നുള്ള നിലക്ക് 2000 രൂപ മാസത്തിൽ പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി ഇപ്പൊ ഈ ഭരണസമിതി വന്നിട്ട് ഞങ്ങൾ നടപ്പിലാക്കി. കിഡ്നി രോഗികൾ, എ ക്ലാസ് മെമ്പർമാരായ കിഡ്നി രോഗികൾക്ക്, അത് മാറ്റിവെച്ച ആളുകളുണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ. ഈ നഗരസഭയിലെ ഈ ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാരായ 20-ൽ പരം കിഡ്നി രോഗികൾക്ക് മാസാന്തരം 2000 രൂപ വെച്ച് കൊടുക്കുന്നു. 20-ൽ പരം ആളുകൾ, 20-ലധികം ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മാസം 2000 രൂപ അവരോട് അക്കൗണ്ട് തുടങ്ങിയിരിക്കുകയാണ്. ആ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് ആ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു പദ്ധതി വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അതിലൊന്ന് പിന്നെ ഈ നമ്മുടെ ടൗണുമായി ബന്ധപ്പെട്ട് ഒരു നല്ല ഒരു മെഡിക്കൽ ഷോപ്പ്, നീതി മെഡിക്കൽ ഷോപ്പ് നിലവിലിപ്പോ ഞാൻ അന്ന് പ്രസിഡന്റ് ആയപ്പോൾ തന്നെ ജില്ലാ ആശുപത്രിയിലുള്ള മെഡിക്കൽ ഷോപ്പ് തുടങ്ങി വെച്ചപ്പോഴും വിജയകരമായി നടക്കുന്നുണ്ട്. സബ്സിഡി നിരക്കിൽ പാവപ്പെട്ടവൻ അത് ഉപയോഗിച്ചു വരുന്നത്. സർവീസ് ബാങ്കിന്റെ എല്ലാ ആശുപത്രിയിലും കേരളത്തിലുള്ള സർവീസ് ബാങ്കിന്റെ ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ തുടങ്ങി വെച്ച ഒരു പദ്ധതി എപ്പോഴും വിജയകരമായിട്ട് നടന്നു. ഇനി നല്ല ഒരു നീതി മെഡിക്കൽ സ്റ്റോറും ഒരു ഹൈടെക് ലാബും കൂടെ തന്നെ ഒരു ഫിസിയോതെറാപ്പി സെന്റർ, പാവപ്പെട്ടവന് അത്യാവശ്യം ഉപയോഗിക്കുന്ന സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു ഫിസിയോതെറാപ്പി സെന്റർ, ഈ 3 സംരംഭം കൂടി ഒരൊറ്റ ബിൽഡിംഗ് ഒന്നിച്ച് കൊണ്ടുവരാനുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ കുന്നപ്പള്ളിയിൽ ഇത് ചെറിയൊരു ബെൽറ്റാണ്, നമ്മുടെ നഗരസഭ ചെറിയൊരു ബെൽറ്റാണ്. ഒരു 4-5 കിലോമീറ്ററിന്റെ പരിധിക്കുള്ളിലുള്ള ഏകദേശം 10 കിലോമീറ്ററിന്റെ പോയി വരാവുന്ന ദൂരമുള്ള മറ്റു പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയും പോലെയല്ല. അപ്പോൾ ഞങ്ങൾക്ക് ബ്രാഞ്ചുകൾ 3 ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിലും അത് ചെറിയ ഏരിയ ആയതുകൊണ്ട്, ഏരിയ ഓപ്പറേഷൻ കമ്മി ആയതുകൊണ്ട് കൂടുതൽ ബ്രാഞ്ചുകൾ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുന്നപ്പള്ളിയിൽ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങാനുള്ള പ്രവർത്തനം നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അപേക്ഷ അനുമതി കിട്ടുന്ന മുറയ്ക്ക് നമ്മളവിടെ ബ്രാഞ്ച് കുന്നപ്പള്ളിയിൽ തുടങ്ങും. ഇനി ഞങ്ങളുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കിഡ്നി രോഗികളാണ്. ആ കിഡ്നി രോഗികൾക്ക് സൗജന്യമായ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള വലിയൊരു ഡയാലിസിസ് സെന്റർ നമ്മുടെ സർവീസ് ആകേണ്ട ബാങ്കിന്റെ കീഴിൽ സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു പൂർണ്ണ സംവിധാനത്തിൽ നല്ലൊരു ഡയാലിസിസ് സെന്റർ തുടങ്ങണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ അത് നമ്മൾ തുടക്കം കുറിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. കൂടെ തന്നെ ബാങ്ക് വലിയ ഒരു സ്വപ്നം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാം.
ഏകദേശം ഒരു 10-20 ഏക്കർ സ്ഥലം കണ്ടെത്തിക്കൊണ്ട് 20 അല്ലെങ്കിൽ 25 ഏക്കർ സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഈ പരിസരത്ത് എവിടെയെങ്കിലും നല്ല അനുയോജ്യമായ നല്ലൊരു 10-25 ഏക്കർ സ്ഥലം കണ്ടെത്തി അതിൽ വലിയൊരു 4-5 പ്രൊജക്റ്റുകൾ ഞങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ്. പദ്ധതികളാണ് ഇത്. സഹകരണ മേഖലയാണ്. ഡിപ്പാർട്ട്മെന്റിന്റെയും ഗവൺമെന്റിന്റെയൊക്കെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയണം. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നടക്കുന്ന സംഗതികളല്ല. ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട്, നൂലാമാലകളുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ആവിഷ്കരിച്ച് നമുക്ക് നടപ്പിലാക്കാൻ. അപ്പൊ സമയബന്ധിതമായിട്ട് നമുക്ക് ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതൊക്കെ ഞങ്ങളുടെ സ്വപ്നമാണ്. ആ പദ്ധതികൾ നമ്മൾ തുടക്കം കുറിക്കാനുള്ള പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ 25 ഏക്കറിൽ നല്ല ഒരു എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് അതിൽ വരും. നല്ല ആധുനിക ഈ കാലഘട്ടത്തിൽ ആവശ്യമായ ഇപ്പൊ AI യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ കാലഘട്ടം AI സംവിധാനത്തിലേക്ക് മാറുകയാണ്. സമീപഭാവിയിൽ തന്നെ എല്ലാം യാന്ത്രികമായ കാര്യങ്ങളിലേക്ക് മാറാൻ പോവുക. അപ്പൊ അതിനനുസൃതമായ പുതിയ സംവിധാനം കോഴ്സുകൾ തുടങ്ങാനുള്ള ഒരു എഡ്യൂക്കേഷൻ കോംപ്ലക്സ് അതിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. കൂടെ തന്നെ ഇന്ന് പെരിന്തൽമണ്ണയിൽ ഇല്ലാത്ത ഒരു സംരംഭമാണ് സ്പോർട്സ് കോംപ്ലക്സ്. ഒരു സ്റ്റേഡിയം ഇല്ല, അനുബന്ധ സ്പോർട്സ് സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഒരു സംവിധാനം പെരിന്തൽമണ്ണയിൽ ഒരു കാലഘട്ടത്തിലും ആർക്കും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രയാസം നേരിടുന്നത്. വലിയൊരു നഗരമാണ്, ആശുപത്രികളുടെ നഗരമാണ്. 1000-ലധികം ഡോക്ടർമാരും 10,000-ലധികം ആളുകൾ വന്നു പോകുന്ന ഒരു നഗരമാണത്. ആ നഗരത്തിനനുസൃതമായ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഇവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ആധുനിക സംവിധാനത്തിലുള്ള സ്റ്റേഡിയം അനുബന്ധമായിട്ട് എല്ലാ സ്പോർട്സ് സംവിധാനങ്ങളും അതിൽ ഒരുക്കിക്കൊണ്ട് സ്പോർട്സ് കോംപ്ലക്സ് അതിൽ ഒരുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ പദ്ധതിയിലുള്ളതാണ്. കൂടെ തന്നെ ഒരു ഹൈടെക് കൺവെൻഷൻ സെന്റർ അതിൽ നമ്മൾ കൊണ്ടുവരണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ ആ 25 ഏക്കറിൽ നമ്മൾ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത്. അതൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം, 1-ാം ഘട്ട പ്രവർത്തനം എന്ന് പറയുന്ന സ്ഥലമെടുപ്പാണ്. ആ സ്ഥലമെടുപ്പും മറ്റു അനുബന്ധ പ്രവർത്തനങ്ങളും നമ്മൾ തുടക്കം കുറിക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക്. ഓരോന്നിനും ഫണ്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സ്ഥലം എടുക്കാൻ ഞങ്ങൾക്ക് വേണമെങ്കിൽ 30 കോടി ഉണ്ട്. ബാങ്ക് ബിൽഡിംഗ് കെട്ടാനും ഏകദേശം ഒരു 10-25 കോടി ഇതിന് നീക്കി വെച്ചിട്ടുണ്ട്. അനുമതി കിട്ടാനുള്ള പ്രയാസം മാത്രമാണ്. ഫണ്ടില്ലാത്ത സർവീസ് സഹകരണ ബാങ്കിൽ ഇല്ല. അപ്പൊ അതിനെ മറികടന്നുകൊണ്ട് വേണം ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ. അപ്പൊ അതിന് ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഗവൺമെന്റിന്റെയൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെയൊക്കെ പരിപൂർണ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പൂർണ്ണമായിട്ടും സമയബന്ധിതമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. അപ്പൊ ഞങ്ങളൊരു പദ്ധതി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അത് നടപ്പിലാക്കാൻ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഏതായാലും അതൊക്കെ തന്നെ പെരിന്തൽമണ്ണയിലെ നല്ലവരായ ജനങ്ങളുടെ പിന്തുണ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ ഭരണസമിതി വന്നിട്ട് ഒട്ടനവധി പദ്ധതികൾ ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കി. ഇപ്പൊ അവസാനം നടന്നത് ഇപ്പൊ കഴിഞ്ഞ മാസം 1300-ൽ പരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ബാങ്കും ചെയ്യാത്ത ജനറൽ ബോഡി യോഗം നടത്തേണ്ടത് അല്ല. അത് KP മജീദാണ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോ മലപ്പുറം സഹകരണ ആശുപത്രിയുടെ ചെയർമാൻ KP മജീദാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അത് 1300-ൽ പരം ആളുകൾ പങ്കെടുത്ത ഒരു ബാങ്കിന്റെ ജനറൽ ബോഡി കേരളത്തിൽ വേറെ എവിടെയും നടന്നിട്ടുണ്ടാവില്ല. തീർത്തു പറയാം അലങ്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടന്നത്. അതേപോലെ തന്നെ ബാങ്കിന്റെ ഇടപാടുകാരുടെ ഒരു സംഘം, ഇവിടെ 10,000-ൽ ചില്ലാനോ 1,500-ൽ പരം ഡിപ്പോസിറ്റർമാരുണ്ട്. അവർക്ക് TDS-മായി ബന്ധപ്പെട്ട് ചെറിയ പ്രയാസങ്ങൾ ഇതിന്റെ ആദ്യഘട്ടത്തിൽ വന്നു. അവർ വലിയൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു ആ സമയത്ത്. ആ ആശയക്കുഴപ്പം തീർക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട ട്രെയിനിങ്ങും ക്ലാസ്സുകൾ കൊടുക്കാൻ വേണ്ടി വലിയൊരു ക്ലാസ് ഞങ്ങൾ ഇവന്റ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നമ്മൾ നടക്കുകയുണ്ടായി. കൂടെ തന്നെ 1500-ഓളം വിദ്യാർത്ഥികൾക്ക്, നിങ്ങൾക്കറിയാം ഒരു സ്കൂൾ തുറക്കുന്ന സമയത്ത് പാവപ്പെട്ടവനെ സംബന്ധിച്ച് 1, 2, 3 കുട്ടികളുള്ള ഒരു കുടുംബത്തിനെ സംബന്ധിച്ച്, കൂലിപ്പണിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് വലിയ പ്രയാസം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് സ്കൂൾ വിദ്യാഭ്യാസ വർഷാരംഭം. ആ സമയത്ത് ഞങ്ങൾ 1500-ഓളം വിദ്യാർത്ഥികൾക്ക് പുസ്തകവും കൊടയും കൊടുക്കുന്ന ഒരു പദ്ധതി ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളായിട്ട് നടപ്പിലാക്കി വരാണ്. ഈ വർഷം 1500 കുടുംബങ്ങൾക്ക്, കുട്ടികൾക്ക് കൊടയും പുസ്തകവും വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്.
അതേപോലെ തന്നെ SSLC +2 വിജയിച്ച് മുഴുവൻ വിഷയത്തിൽ A+ നേടിയ 200ഓളം കുട്ടികളെ ആദരിക്കുന്ന വലിയ ചടങ്ങ് ഞങ്ങൾക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാൻസർ, കിഡ്നി, ഹാർട്ട് സംബന്ധം ആക്സിഡന്റ് ഒക്കെ ആയ രോഗികൾക്ക് പിന്നെ രോഗചികിത്സയ്ക്ക് വേണ്ടി 25,000 രൂപ ചികിത്സക്ക് സഹായം കൊടുക്കുന്നുണ്ട്. വേറെ ഒരു ബാങ്കും കൊടുക്കാത്ത A+ മെമ്പർമാർക്ക് ചെയ്യാൻ കഴിയും. സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായതുകൊണ്ട് 25,000 രൂപ ക്യാൻസർ രോഗി, കിഡ്നി രോഗി, ഹാർട്ട് സംബന്ധമായ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾക്ക്, ആക്സിഡന്റ് ഒക്കെ ആയി കഴിഞ്ഞ ആളുകൾക്ക്, അങ്ങനെ മാരക രോഗം പിടിപെട്ട ആളുകൾക്ക് 25,000 രൂപ ചികിത്സാ സഹായം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അത് ഓരോ പിന്നെ ആഴ്ചകളിലും ബോർഡിൽ ഏകദേശം 4, 5, 6 അപേക്ഷകൾ വരുന്നു, പാസ്സാക്കി കൊടുക്കുന്നു 25,000 രൂപ വെച്ചിട്ട്. അതേപോലെ തന്നെ പിന്നെ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകൾ, ഒരു ലോൺ എടുത്ത ആള് മരണപ്പെട്ടു, അവർക്ക് ആശ്വാസം എന്ന നിലയ്ക്ക് അവരുടെ ലോണിൽ നിന്ന് 25,000 രൂപ ഇളവ് കൊടുക്കാൻ ബാങ്കിന് കഴിയുന്നുണ്ട്. അത് വേറെ ഒരു ബാങ്ക് 25,000 രൂപ ഞങ്ങൾ ഇളവ് കൊടുക്കുന്നു. അത് A+ മെമ്പർമാർക്കും ഉണ്ട്, D+ മെമ്പർമാർക്കും. അഷറഫ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പിന്നെ അവള് മരണപ്പെട്ട 25,000 രൂപ നമുക്ക് ഒഴിവാക്കി, ലോണിന്ന് ഒഴിവാക്കി ബാങ്കിന് കഴിയും. ഗവൺമെന്റ് സ്കീമുണ്ട്, കഴിഞ്ഞ UDF ഗവൺമെന്റ് നടപ്പിലാക്കിയ റിസ്ക് ഫണ്ട് എന്നുള്ള ഒരു പദ്ധതി. ആ റിസ്ക് ഫണ്ട് ഏകദേശം 3 ലക്ഷം രൂപയോളം നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ കഴിയും. അത് ഗവൺമെന്റ് പദ്ധതിയാണ് റിസ്ക് ഫണ്ട്. അതെന്ത് വേണമെച്ചാൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അടക്കണം, അടവ് തെറ്റാൻ പാടില്ല. ലോൺ എടുത്ത ആളുകൾ കൃത്യമായിട്ട് അടക്കുന്ന ആളുകൾക്ക് 3 ലക്ഷം രൂപ വരെ, മരണപ്പെട്ടാൽ 3 ലക്ഷം രൂപ വരെ ഇളവ് കിട്ടുന്ന പദ്ധതിയുണ്ട്. ഇതൊന്നും ജനങ്ങൾക്ക് അറിയില്ല, ജനങ്ങൾക്ക് അറിയില്ല. നമ്മളിതെല്ലാം പിന്നെ ഞങ്ങളെ പരിപാടികളൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം, ബോധവൽക്കരണം വേണം. എന്നാലേ ലോൺ എടുത്താൽ അടക്കാനും ബൈ ചാൻസിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് 3 ലക്ഷം രൂപ ഇളവ് കിട്ടുന്ന ഒരു സാഹചര്യം. അത് സംസ്ഥാന ഗവൺമെന്റ് പദ്ധതിയാണെങ്കിൽ പോലും അപൂർവം കിട്ടുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ബാങ്കാണ് നമ്മുടെ സർവീസ് ബാങ്ക്. പിന്നെ ഇതിന്റെ ഒരു മറുവശം കൂടി ഉണ്ട്, ഞാൻ എല്ലാ ആളുകളോടും പറയുന്നത്, നമ്മുടെ യോഗത്തിലൊക്കെ പറയുന്നതാണ്. ഇവിടെ പെരിന്തൽമണ്ണയിൽ 10-20 പരം ബാങ്കുകളുണ്ട്. തീർത്ത് പറയാൻ കഴിയും, മറ്റ് 20 പരം ബാങ്കുകൾ അവർ ബിസിനസ് ചെയ്യുന്നു. ആ ബിസിനസ് ചെയ്യുന്ന ലാഭം ആർക്ക് കിട്ടുന്നു, ആരാണ് അതിന്റെ ബെനിഫിഷ്യറീസ് ആരാണ്, ഇതാരും ചിന്തിക്കുന്നില്ല. ഇപ്പൊ നാഷണലൈസ് ബാങ്കുകളിൽ അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതിന്റെ ലാഭം കൊയ്യുന്നത് ഇന്ത്യ രാജ്യത്തെ വൻകിട കുത്തക കോർപ്പറേറ്റ് മുതലാളിമാരാണ്. അവരുടെ ഈ കഴിഞ്ഞ 10 കൊല്ലം കേന്ദ്ര ഗവൺമെന്റ് ഈ വൻകിട കുത്തക അദാനി ആയിക്കോട്ടെ, അംബാനി ആയിക്കോട്ടെ, വൻകിട കുത്തക കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലോണ് 2 ലക്ഷം കോടി രൂപയോളം എഴുതി തള്ളിയിട്ടുണ്ട്. ഇത് ഏത് പൈസ എടുത്തിട്ടാണ്? ഈ നാഷണൽസ് ബാങ്കുകളെ, ഈ പിന്നെ ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ ഒക്കെ ലാഭം എടുത്തിട്ടാണ് ഈ ചെയ്യുന്നത്. ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെയാണ് കേന്ദ്ര ഗവൺമെന്റ് കുത്തക മുതലാളിമാരുടെ പൈസ ലോൺ എഴുതി തള്ളുന്നത്. അതേസമയം അതിന്റെ മുൻപൊരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്നു, പറയാതിരിക്കാൻ കഴിയില്ല, മൻമോഹൻ സിംഗ് ഗവൺമെന്റ്. ആ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇതേപോലെ ഈ നാഷണൽസ് ബാങ്കുകളുടെ ലാഭം എടുത്തിട്ട് അന്ന് എന്താണ് ചെയ്തത്? ഇന്ത്യ രാജ്യത്തെ നട്ടെല്ലായ കർഷകരുടെ ലോണ്, ഇന്ത്യ നിലനിർത്തുന്നത് രാജ്യത്തെ കർഷകരാണ്. ആ കർഷകരുടെ ലോണ് എഴുതി തള്ളാനാണ് അന്ന് മൻമോഹൻ സിംഗ് കോൺഗ്രസ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അന്ന് തീരുമാനിച്ച് നടപ്പിലാക്കിയത്. ആ ഗവൺമെന്റും ഇന്നത്തെ BJP ഗവൺമെന്റും ചെയ്യുന്നത് രണ്ടും രണ്ടാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ പറയാനുള്ളത്, സാധാരണക്കാരായ ആളുകൾ നമ്മളിട്ട് ഒരു 10 ലക്ഷമോ 10 ലക്ഷമോ ഒരു കോടിയോ ഉണ്ടെങ്കിൽ വേഗം കൊണ്ടേ നാഷണലൈസ് ബാങ്ക് കടന്നത്, അവർക്ക് പിന്നെ അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടും. പെരിന്തൽമണ്ണ സർവീസ് ബാങ്കിൽ കൊടുത്തിട്ടാലും കിട്ടും, അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷെ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ കൊടുത്തിട്ടാൽ അതിന്റെ ലാഭം കിട്ടുന്നത് ഈ പെരിന്തൽമണ്ണയിലും പരിസരത്തുമുള്ള ജനങ്ങൾക്ക്, അതിന്റെ സാധാരണക്കാർക്ക് അതിന്റെ ഗുണം കിട്ടുന്നുണ്ട്. അത് കിഡ്നി രോഗികൾ പെൻഷനായിട്ടും, സാധാരണ ആളുകൾക്ക് പെൻഷനായിട്ടും, ചികിത്സക്ക് പൈസയായിട്ടും, വീട് വെച്ചു കൊടുത്തിട്ടും, ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മരണപ്പെട്ട എഴുതി തള്ളിയിട്ടും, അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഈ സഹകരണ ബാങ്കുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. നാഷണലൈസ് ബാങ്കുകളിൽ നിന്ന് കിട്ടൂല, ഒരിക്കലും കിട്ടൂല. ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് 1000 രൂപ ആർക്കെങ്കിലും കിട്ടിയതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയും? രാജ്യത്ത് ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ കഴിയുമോ? പറയാൻ കഴിയില്ല. അവര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൻകിട കുത്തക മുതലാളിമാരെ എഴുതി തള്ളാനാണ് ആ ഫണ്ട് ഉപയോഗിക്കുന്നത്. സഹകരണ ബാങ്കുകൾ അവരുടെ പ്രദേശത്തുള്ള പാവപ്പെട്ടവൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യും, അവരുടെ സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ. എന്ന് പറഞ്ഞാൽ
സർവീസ് സഹകരണ ബാങ്കിന് ഇതിനു വേണ്ടി നീക്കിവെച്ച ഫണ്ടുകൾ ഉപയോഗിച്ച് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ വലിയ വ്യാപകമായി കേരളത്തിലൊരു ബാങ്കും ചെയ്യാത്തത്ര കാരുണ്യ സേവന പ്രവർത്തനങ്ങൾ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ചെയ്യുന്നത് ഇതിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമായതുകൊണ്ടും അതിന്റെ ലാഭത്തിന്റെ 1% നീക്കിവെച്ചുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ പെരിന്തൽമണ്ണയിലെയും പരിസരത്തെയും ജനങ്ങളെ നിങ്ങളുടെ ഇടപാടുകൾ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കുമായി ഉണ്ടാവണം. അത് ലോണായിക്കോട്ടെ, നിങ്ങളുടെ ചെറുത് ചിലപ്പോൾ 100 രൂപയായിരിക്കും, ചിലപ്പോൾ 1000 രൂപയായിരിക്കും, ചിലപ്പോൾ 1 കോടിയായിരിക്കും, 1 ലക്ഷമായിരിക്കും. ആ പൈസകളൊക്കെ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ കൊടുന്ന് നിക്ഷേപിച്ചുകൊണ്ട് ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനത്തിന് ആക്കം കൂട്ടാൻ നിങ്ങൾ കൂടി അറിയാതെ പങ്കാളികളാകുക എന്നുള്ളതാണ്. സാധാരണക്കാരായ ജനങ്ങൾ കൂടി ഇതിൽ പങ്കാളികളാകുക എന്നുള്ളതാണ്. അത് മറ്റു ബാങ്കുകളിൽ കൊണ്ട് പോയിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലാഭം കിട്ടും, അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടും എന്നല്ലാതെ സാധാരണ ഈ ജനങ്ങൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തീർത്തും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇടപാടുകൾ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പോലുള്ള സഹകരണ ബാങ്കുകൾ നിക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഓടിച്ചെന്നാൽ കിട്ടുന്ന അല്ലെങ്കിൽ ഇടപാട് നടത്താൻ പറ്റാവുന്ന ബാങ്കുകളായ സഹകരണ ബാങ്കുകളിൽ അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിലായിരിക്കണം നിങ്ങളുടെ ഇടപാട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണം എന്നാണ് ഈ സമയത്ത് നമുക്ക് അഭ്യർത്ഥിക്കാൻ. അപ്പോൾ ഇന്ന് ബഹുമാന്യനായ ഫാറൂഖ് സാഹിബ് വളരെ കൃത്യമായി തന്നെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ മറ്റ് വിവിധ ബാങ്കുകളിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ ചെയ്യുന്ന ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ചും ബൃഹത് പദ്ധതികളെ കുറിച്ചും ഇവിടെ നടത്തുന്ന ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഒരു ബാങ്കും ഇതുപോലെ നമ്മളൊക്കെ മറ്റുള്ള ബാങ്കുകളൊക്കെ എന്തെങ്കിലും ഫണ്ടൊക്കെ കൊടുക്കുമ്പോൾ അതൊന്നും തിരിച്ചു കിട്ടാത്ത രൂപത്തിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഒന്നും ഇല്ലാത്ത ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ ഒരു സംഭവമല്ല. അതിനെ നടന്ന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ബൃഹത് പദ്ധതികൾ നടത്തി ഒരുപാട് സാധാരണക്കാരെ സഹായിക്കുന്ന രൂപത്തിൽ ഉള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു ബാങ്കാണ്. അപ്പൊ എന്താ വെച്ചാൽ അതിനൊരു നേതൃത്വ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ ഈ ബാങ്കിനെ നമ്മൾ കണക്കാക്കുന്നത്. കാരണം അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയാനില്ല, ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന ഒരു പ്രസിഡന്റ് പദത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനം നടത്തി അദ്ദേഹത്തിന്റെ ഏരിയയിലൊക്കെ 10-15ഓളം ബൈത്തുറഹ്മകളൊക്കെ പൂർത്തീകരിച്ച് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബപരമായി തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഓഫീസിന് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ സംഭാവന നൽകിയ ആ ഒരു സ്ഥലത്താണ് മുസ്ലിം ലീഗ് ഓഫീസൊക്കെ അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നീണ്ട ഒരു 10-40 വർഷത്തിലധികമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു ഒരു മികവുറ്റ പ്രവർത്തകൻ എന്നുള്ള നിലക്കും പ്രവർത്തിച്ച് പ്രവർത്തനങ്ങൾ നടത്തി പരിചയമുള്ള ഒരു വ്യക്തിത്വം ഇങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി എന്താണെങ്കിലും അത് ഉപയോഗപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനത്താണ് അദ്ദേഹം ഈ 2ാമത് പ്രാവശ്യം വീണ്ടും ബാങ്കിന്റെ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി ഇവിടെ എത്തിയിട്ട് വീണ്ടും ഒരു വർഷമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കാലാവധി. ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് ബൃഹത് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കണം. ഒരുപാട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെയൊക്കെ സഹകരണവും സഹായവും എപ്പോഴും ഉണ്ടാകുമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയും കടപ്പാടും സംഘടനാ സംവിധാനത്തിൽ സഹപ്രവർത്തനം എന്നുള്ള നിലക്ക് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ഇത് പൊതുജനങ്ങളിലേക്ക് എത്താത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. കാരണം എന്തൊന്നും ഇങ്ങനത്തെ പദ്ധതികളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ അറിയുന്നില്ല. അപ്പൊ അത് സോഷ്യൽ മീഡിയയിലും മറ്റുള്ളൊക്കെ നമ്മൾ പറഞ്ഞ് ആളുകളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ അവരുടെയൊക്കെ ഫണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ലിങ്ക് ചെയ്ത് പോകുക കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഫണ്ടിൽ നിന്ന് ചെറിയൊരു തുക ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന രൂപത്തിൽ തന്നെ ആകുന്നു എന്നുള്ള ഒരു പ്ലസ് പോയിന്റ് കൂടി ഇതിലുണ്ട്. അപ്പൊ എല്ലാവരും ഇത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമം ഉണ്ടാവണമെന്ന് കൂടി സമയത്ത് ഉണർത്തുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രിയപ്പെട്ട വജീർ ഫാറൂഖ് സാഹിബിനെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ചർച്ചയിൽ ഏറെ സമയം ചെലവഴിച്ചതിന് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.